Here I am. Now the time is 9:43. 9:43. രാത്രിയിൽ ഇന്നലെ 3 മണി, ഏകദേശം 3 മണിയായപ്പോൾ നമ്മുടെ ക്യാമറയെല്ലാം ഓഫ്ലൈൻ കാണിക്കുകയാണ് ക്യാമറാസ് എല്ലാം, 3 ക്യാമറയും. പക്ഷേ നമ്മൾ ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ അവരെ വിളിച്ച് ചോദിക്കുമ്പം അവിടെ യാതൊരു വൈഫൈ കണക്ഷന് കുഴപ്പമില്ല, ഒന്നുമില്ല. നമ്മുടെ ക്യാമറയിൽ എന്തോ ചെയ്തിട്ട് നമ്മൾ ക്യാമറ ഓഫാക്കി കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരുത്തനെയും കൊണ്ട് സോമരാജൻ ഇവിടെ നിന്ന് വന്ന്, മോഹൻ സിംഗിൻ്റെ ഈ വീട്ടിൽ നിന്ന് വന്ന് ഇവിടോട്ട് കയറി, കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഈ വീട്ടിലോട്ട് കയറിയിട്ട്. അപ്പോൾ അവൻ ഇന്ന് അതിനകത്തുണ്ട്. ഇപ്പം ഞാൻ അവനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനെ എങ്ങാണ്ട് ഇതിനകത്ത് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു ഇന്നലെ രാത്രി മുതലേക്ക്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ കഥകളുണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലോട്ട് കയറിയെന്നൊക്കെയുള്ള കഥകളാണ്. നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. നമ്മൾ അന്നേരം തന്നെ ഇൻ്റർനെറ്റ് സാബു ആളിനെ വിളിക്കുകയും നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ അങ്ങനെ പല പല കള്ളത്തരങ്ങളും ഇതുമായിട്ട് നടക്കുകയാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് നെറ്റിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്നുള്ളത്. നെറ്റ് ഇതായിരുന്നു, നെറ്റ് ഒന്നും പോയിട്ടേ ഇല്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ വിളിച്ച് പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട് റെക്കോർഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കള്ളങ്ങൾ. വല്ലാത്ത രോഗമായിട്ട് മാറിയിരിക്കുക ഇവന്മാർക്ക്. നമ്മുടെ ഇതൊന്നും അപ്ലോഡ് ചെയ്യിക്കാതിരിക്കുക, പല രോഗങ്ങളാണ് കയറി ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പിന്നെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മളെ നിരന്തരം ചീത്ത തന്നെ വിളിക്കുക, ഭയങ്കര ചീത്തയാണ് വിളിക്കുന്നത്. അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിരന്തരം ചീത്ത തന്നെ പറയത്തുള്ളവൻ. എന്നിട്ട് എന്താണ് അവൻ വഴി നമ്മൾ അവൻ്റെ വഴി നിൽക്കാനോ അവൻ്റെ വഴിയിലോട്ട് ഇറങ്ങാനോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അവൻ ചുമ്മാ വഴിയേ നടക്കാൻ പറ്റത്തില്ല. അവന് വഴിയെ ഊരളണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൻ്റെ വഴിയെ പോകണം. നമ്മൾ അവൻ്റെ വഴിയിലോട്ട് ഇറങ്ങാനോ നമ്മൾ അവൻ്റെ വഴിയിലോട്ട് കയറാനോ ഒന്നും നമ്മൾ പോകാറില്ല. ഇവനങ്ങ് രോഗം. ഇവൻ ചെന്നിട്ട് ചുമ്മാ അങ്ങ് പറയുകയാണ് വഴിയാണെന്ന്. ഇവന് 3 ചവിട്ടടി വഴി എന്ന് വെച്ചാൽ 1 മീറ്റർ വഴി കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇതിലും വഴിയില്ലാത്തവരൊക്കെ ഒരു ചവിട്ടി 1.5 ചവിട്ടടി വഴി കൂടെ നടന്ന ആൾക്കാർ പോകുന്നുണ്ട്. ഇവനങ്ങ് ഒരു വഴിയില്ലായിരുന്നു. ഇവൻ്റെ പടിഞ്ഞാട്ടായിരുന്നു വഴി. ഇവനിപ്പം ഇങ്ങനെ തെക്കോട്ട് ഇവന് കൊടുത്തതാണ്. ഇവന് പടിഞ്ഞാട്ടായിരുന്നു വഴി. ഇവനൊന്നും ഇത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഇവനിങ്ങനെ ഇവൻ നമ്മളെ വെറുതെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് ഇവനിങ്ങനെ അങ്ങ് ഇതാക്കുക. അപ്പോൾ ഇവൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യുക. ഇവന്മാരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻഷുറൻസ് ലൂട്ടേഴ്സാണ്. ഭയങ്കര മാഫിയ സംഘമാണ് ഇവന്മാരുടെ കയ്യിൽ മയക്കുമരുന്നും അതും ഇതും എല്ലാം ഉണ്ട് ഇവന്മാരുടെ കയ്യിൽ. ഇവന്മാർ ഈ വഴിയെ ഇങ്ങനെ എന്നിട്ട് ഇവൻ്റെ മോനെ ഗൾഫിലായിരുന്നു ഇവൻ്റെ മോൻ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അവനും ഭയങ്കര കുടിയനാണ്. ഇവനെപ്പോലെ തന്നെ തനി സ്വഭാവമുള്ളൊരു ഇതുപോലെ തന്നെ ഒരു തെമ്മാടിയാണ് അവനും. അവൻ എന്നിട്ട് ലീവിന് വന്നപ്പം എന്നിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവന്മാർ മോഹൻ സിംഗും രാജേഷ് ഗംഗയൊക്കെ ഉൾപ്പെടുന്ന ഗ്യാങ് ഇവനെ വിളിച്ച് ഈ സദാനന്ദ മന്ദിരത്തിൽ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഇവനെ കള്ളെല്ലാം കുടിപ്പിച്ച് നല്ല ശരിക്കും, എന്നിട്ട് ഈ മയങ്ങുന്ന സാധനവും കൊടുത്തെല്ലാം കലക്കിയെല്ലാം കൊടുത്തേച്ച് ഇവനെ മയങ്ങി വീഴാറെന്ന് ആയപ്പം ഇവനെ പറഞ്ഞു വിട്ടു. ഇവൻ പള്ളിപ്പാട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഇവനിലെ പുന്നമൂടി എന്നപ്പോൾ ഇവൻ മയങ്ങി വീണ്. ഇവന്മാരെല്ലാം എടുത്ത് ഇവന്മാരെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഇവനെ അവിടെ നിരന്തരം മയക്കുമരുന്ന് കൊടുത്ത് മയക്കിയിട്ട് കൈയും കാലും എല്ലാം കെട്ടിയിട്ട്. കാരണം മയക്കം വിട്ടങ്ങാണോ എണീറ്റ് ഓടിയാലേ, മനസ്സിലായില്ലയോ, അതിന് കെട്ടിയെല്ലാം ഇട്ട് ഇങ്ങനെയാണ് ICU. നമ്മളൊരു ICU ഒക്കെ കണ്ട് വെറുതെ ചുമ്മാ ഒരു ബോർഡ് പോലെ പണിഞ്ഞതാണ്ടല്ലോ ഒരു ICU. യഥാർത്ഥ ICU ഒന്നുമല്ല. ഒരു ICUയുടെ എക്യുപ്മെൻസും ഇല്ലായിരുന്നു. വെറുതെ ഒരു ബോർഡ് പോലൊക്കെ മറച്ച് കെട്ടി വെച്ചിരിക്കുന്ന ഒരു ICU ഇതാണ്ട് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് ഈ ലേക്ക് ഷോറിൽ ചെന്ന് ഇതാക്കണം. പിന്നെ ഓർഗൻ മാഫി, ഇതൊക്കെ ഇവന്മാരുടെ പണികൾ, പല പണികളാണ് ഇവന്മാർ. അപ്പം ഇവനെ കെട്ടിയൊക്കെ ഇട്ട് വന്ന് കാലും കൈയിട്ടങ്ങ് അടിയോടടി മൂക്ക് ചൊറിയുന്നവനൊന്നും ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റും അല്ല, മനസ്സിലായില്ലയോ. അപ്പം ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഇവൻ പിന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പം വലിയ താമസമൊന്നും ആയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവൻ്റെ ഭാര്യ പ്രസവിക്കുകയും ചെയ്തു. ഇതാണ് ഇവൻ്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. നല്ല AC റൂമിലൊക്കെ കിടന്ന് ഇങ്ങനെ പ്രസവിച്ചിറങ്ങി വരികയും ചെയ്തവൾ, മനസ്സിലായില്ലയോ. അപ്പോൾ ഇതാണ്. അങ്ങനെ നമ്മളെയും വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങ് നടക്കുക. വട്ടേ പ്രാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ വട്ടുള്ളയോ പ്രാന്തുള്ളയോ ഒരാളിനെ ഒരു മനുഷ്യർ പ്രാന്തി എന്നോ വട്ടിന്നോ വിളിക്കത്തില്ല. വിവരം മനസ്സിലായില്ലയോ. അന്നേരം നിയമ നടപടി എടുക്കും. അങ്ങനെയൊന്നും വിളിക്കാനുള്ള റൈറ്റില്ല. അവർക്ക് ഭയങ്കര
ഇവന്മാർക്ക് ലോ അറിയത്തില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. നല്ല ഒന്നാന്തരം ലോ ഉണ്ട്. അവരുടെ അടുക്ക് കളിക്കാൻ ചെന്നാലുണ്ടല്ലോ ഇവന്മാർ ജയിലിൽ കിടക്കും. അങ്ങനെയുള്ളവരുടെ അടുക്കൽ അങ്ങനെയുള്ളവരുടെ അടുക്കൽ ഒരു പ്രൊവൊക്കേഷനോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോ എന്ന് പറയുന്നത്. നമ്മൾ ലോയൊക്കെ നല്ല ശരിക്ക് പഠിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. പല 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 ലോയുണ്ട്. എല്ലാത്തിനും നിയമങ്ങളുണ്ട് ഇവിടെ. ഏതൊരു കുഞ്ഞു സംഗതിക്ക് നിയമങ്ങളുണ്ട് ഇവിടെ, മനസ്സിലായില്ലയോ? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവന്മാരെന്തുവാ, നമ്മൾ പോയി എവിടെയെങ്കിലും പോയി ഇതാക്ക് കറണ്ട് പോവുക, ഇതൊക്കെ വലിയ പരിപാടികളാണ് കേട്ടോ. അപ്പം നിയമ നടപടികളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. നിയമം ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും ഒരു എന്താ പറയുന്നത്, മെൻ്റലി എന്തെങ്കിലും ഒരു കുഴപ്പമുള്ള ഒരാളിനെ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ച് വേണം പറയാൻ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും, മനസ്സിലായില്ലയോ? അവരുടെ വീട്ടിൽ കയറി ശല്യം ചെയ്യാനോ അവരുടെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിനെ ഇതാക്കാനോ ഒന്നും ഓരവനും ഇതില്ല. നമുക്കങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുന്നുണ്ടെ നമ്മൾ തിരിച്ച് പറയുന്നുണ്ടെ നമുക്കെന്താ, ഇതാണ് ഇവന്മാർ വിളിക്കുന്ന ചീത്ത. നമ്മൾ പറയുന്നത് യഥാർത്ഥ കാര്യങ്ങൾ ഇവന്മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. ഇവന്മാർ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് പിടിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ. അതാ വേണ്ടത്. നീ അപ്ലോഡ് ചെയ്യടാ ഞാൻ പറയുന്നത് എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവന്മാർ വിറയ്ക്കും. കാരണം അതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് വേറൊന്നും പറയേണ്ട കാര്യങ്ങളില്ല. വേറെ ഒരു കുന്തവും പറയാനില്ല നമുക്ക്, മനസ്സിലായി? ഞാൻ ഇവന്മാരുടെ പൂർവ്വചരിത്രവും ഒരു ചരിത്രവും ഞാൻ പറയാൻ പോകാറില്ല. അവൻ്റെ അമ്മ അങ്ങനെ, ഇവൻ്റെ അമ്മ ഇങ്ങനെ, നീ ഇങ്ങനെ അല്ലയോടി എന്നൊന്നും നമ്മൾ പറയാൻ പോകാറില്ല. പിന്നെ നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിൻ്റെ ഭർത്താവ് എന്തിയടി, എന്നിട്ട് ഏറ്റവും അവസാനം ഒന്നും പറ്റുന്നില്ലെന്ന് അറിയുമ്പോൾ നിൻ്റെ ഭർത്താവ് എന്തിയെന്ന്. ഭർത്താവ് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. ഇവനെ നമ്മൾ ബന്ധം ഒഴിഞ്ഞാണ്, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ബന്ധം ഒഴിഞ്ഞതാണ്. ഹിന്ദു ലോ പ്രകാരം മ്യൂച്വൽ ഡിവോഴ്സ് നടത്തിയതാണ്. ഹിന്ദു ലോ 13B പ്രകാരം ഇവനെ ഡിവോഴ്സ് ചെയ്തതാണ്. ഇനി ഇവൻ കയറിയാൽ ഇവൻ വിവരം അറിയും, മനസ്സിലായില്ലയോ? ഇവന് നമ്മുടെ വീട്ടിലെങ്ങും ഇനി വരാനുള്ള യാതൊരു അവകാശവും ഇല്ല. ഇവൻ നിയമം അനുശാസിക്കുന്നില്ല ഇവനോ, മനസ്സിലായി? ഇവൻ വിവരം അറിയും. നമ്മുടെ വീട്ടിലെങ്ങാനും വന്നാൽ ബിജുപി എന്ന് പറയുന്നവൻ ഈ നമ്മുടെ പടി കടന്നാൽ കേട്ടോ, നല്ലപോലെ അവൻ അറിയാമായിരിക്കും അത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇവൻ നമ്മുടെ എങ്ങും ആരുമല്ല. ഈ ജന്മത്തിൽ ഇവനൊട്ടും നമ്മൾ ഇനി ജീവിതത്തിൽ ഇവൻ്റെ അടുത്ത് നിന്ന് ദൈവമായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് എൻ്റെ വീട്. ഇന്ന് 26 മാർച്ച്. പിന്നെ ഇവന്മാർ നമുക്കെല്ലാ രീതിയിലും നമ്മളുടെ ഇഷ്ടമുള്ള പാർട്ട്ണറിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട്. ഇവന്മാരൊന്നും നമ്മളെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലയോ? അപ്പം നമ്മുടെ കാര്യമാണ് നോക്കുന്നത്. നമ്മുടെ കാര്യം നോക്കിയാൽ ജീവിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുൻവശമായത് നമ്മൾ പബ്ലിക് റോഡിൽ കൂടെ നടക്കുന്നത്. ഭയങ്കര രോഗങ്ങളാണ്. നമ്മൾ കഞ്ഞിക്ക് പോകുന്നു, പബ്ലിക് റോഡിൽ കൂടെ നടക്കുന്നു. ഇതൊക്കെയാണ് എന്ത് തേർഡ് റേറ്റ് ഇതാ. അവന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരയ്ക്കകത്തിരിക്കണം, കഥ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന്. അവന്മാർക്ക് കഥ ഉണ്ടാക്കാൻ പറ്റിക്കത്തില്ല. ഞാൻ പെരയ്ക്കകത്തിരിക്കത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലയോ? കഥകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന് അവന്മാർക്ക്. നമ്മൾ കഞ്ഞിക്ക് പോകുന്നു, പബ്ലിക് റോഡിൽ കൂടെ നടക്കുന്നു. ആർക്ക് തടയാൻ പറ്റും പബ്ലിക് റോഡിൽ? ഇവന്മാർ പറയുന്നല്ലോ പബ്ലിക് റോഡിൽ പോകുന്നവരെ നമ്മൾ വിലക്കാനൊക്കത്തില്ലെന്ന്. ആർക്കാടാ വിലക്കാൻ പറ്റുന്നത് പബ്ലിക് റോഡിൽ പോകുന്നവരെ? ഞാൻ ആരുടെ എങ്ങും വീടിൻ്റെ മുൻവശത്ത് പോയി നിൽക്കുന്നില്ല. പബ്ലിക് റോഡിലാണ് നടക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എങ്ങും പോകുന്നില്ല. അതിനിങ്ങനെ ഇതാക്കുക. പലരുടെയും അവിടെ എവിടെയും കയറി ഇരുന്നുകൊണ്ട് കഥകളുണ്ടാക്കാൻ ഇരിക്കുക കുറേ അവന്മാരിങ്ങനെ വന്നേച്ച്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ കയറി ഇരുന്നുകൊണ്ട് കഥകളുണ്ടാക്കുക. ഇതിനൊക്കെ ആരാ നമ്മളെക്കുറിച്ച് കഥകളുണ്ടാക്കാൻ?